ഈ കത്രികയിലെടുത്ത് എങ്ങോട്ടാണെന്നല്ലേ, നമുക്ക് ഒരു വഴുതന പറിച്ചിട്ട് വരാം. ഇന്നത്തെ വറവ് വഴുതനയാവട്ടെ. ഇതെൻ്റെ ഒരൊറ്റ വഴുതന ചെടിയാട്ടോ, പക്ഷേ ഇതിൽ ഒരുപാട് വഴുതനങ്ങയുണ്ട്. ഇങ്ങനെ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലോട്ടുള്ള കറിക്ക് വേറെ എവിടെയും പോണ്ട. കണ്ടോ, കുറേ എണ്ണമുണ്ട്, എല്ലാ കൊമ്പിലും കായ്ച്ച് നിൽപ്പുണ്ട്. ഞാൻ ആവശ്യമുള്ളത് പറിച്ചിട്ട് എനിക്ക് ഇത്രയേ വേണ്ടൂ. ഇന്നത്തേക്ക് ഇതൊന്ന് പറിച്ച് കഴുകിയെടുത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ടാണ് അരിഞ്ഞിടുന്നത്. അല്ലെങ്കിൽ കറ വരും, വേഗം കളറ് മാറും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കളറ് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ അരിഞ്ഞ് ഡയറക്റ്റ് വെള്ളത്തിലോട്ടാണ് അരിഞ്ഞിടുന്നത്. ഇങ്ങനെ നീളത്തിൽ കഷ്ണം കുഞ്ഞിതാക്കി നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ഒരു വഴുവഴുപ്പെല്ലാം ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ കൂണെല്ലാം വറവാക്കിയിട്ട് കഴിക്കൂലേ, അതുപോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചാൽ മാത്രമേ വഴുതന കഴിക്കുകയുള്ളൂ. ആദ്യമൊന്നും ഞാൻ കഴിക്കുന്ന ആളല്ലേനു. ഇനി നമ്മൾ സാധാരണ പോലെ ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് കുറച്ച് കടുകെല്ലാം പൊട്ടുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചാൽ പറയാൻ പറ്റും. കുറച്ച് ഉള്ളി പച്ചമുളകെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ അതെല്ലാം കൂടി ഒപ്പരം അരിഞ്ഞിട്ടിട്ട് അത് നല്ലോണം ഉപ്പും മഞ്ഞളെല്ലാം തിരിഞ്ഞ് വെച്ച് ഇങ്ങനെ ഇടാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എളുപ്പത്തിന് ഡയറക്റ്റ് അരിഞ്ഞതെല്ലാം കൂടി വെളിച്ചെണ്ണയിനകത്തോട്ട് ഇട്ടു. ഈ കഴുകി വെച്ച് വെള്ളത്തിലിട്ട് വെച്ച വഴുതനയും കൂടി അതിലോട്ട് ഇടണം. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് വാട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വഴുതനയും കൂടി അതിലോട്ട് ഇട്ട് ഇളക്കിയെടുക്കണം. നമുക്ക് കേൾക്കണ്ട, വഴുതന കളറൊട്ടും മാറിയിട്ടില്ലല്ലോ. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ടാണ്. മൊത്തം വഴുതനയിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് മിക്സ് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ഇതിങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ച് ആ ആവിക്കാണ് വേവേണ്ടത്. അങ്ങനെ സിമ്മിൽ വെച്ചിട്ട്, അതായത് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെല്ലെ കുറച്ച് നല്ലോണം ഇളക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം നമ്മൾ തിരുമ്മിയില്ലല്ലോ, ഡയറക്റ്റ് ഇടുമല്ലോ ചെയ്തത്. അതൊന്നും എല്ലാ ഭാഗത്തോട്ടും ആവുന്ന പോലെ ആക്കിയിട്ടാവുമ്പോൾ നമുക്ക് മൂടി വെക്കാം. നല്ലോണം തട്ടി മൂടി വെച്ചിട്ടാവുമ്പോൾ ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം മൂടി വെച്ചിട്ടാകുമ്പോൾ ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും കുറച്ച് തേങ്ങ വേണം. തേങ്ങ കിടണ്ട. ഞാൻ ഒളിച്ചിരുന്ന് തേങ്ങ കണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണ്ട, കുപ്പായം കൊള്ളൂല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുണ്ടോ, ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് നല്ലോണം വെന്ത് വരുന്നുണ്ട്. നല്ലോണം വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നവരെ മൂടി വെച്ച് വേവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളൊട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം തന്നെയാണ് വേകുന്നത്. കണ്ടോ, അങ്ങനെ നല്ലോണം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തേങ്ങ ഇടാം. നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കിയിട്ടാവുമ്പോൾ കുറച്ചും കൂടി കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം. എന്നാലും ആ തേങ്ങയൊന്ന് എന്താ പച്ചച്ചോളം മാറി ഒന്ന് വെന്ത് അതിനോട് ചേർന്ന് കൂടിയിട്ടുള്ളൂ. നല്ലോണം ഇളക്കണം. തേങ്ങയിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്ക് ഇളക്കി കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കെട്ടാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ്